ജോൺ പോൾ ജോർജ് എഴുതി സംവിധാനം ചെയ്ത് സംഗീതം നിർവഹിച്ച സിനിമയാണ് ആശാൻ. അദ്ദേഹത്തിൻ്റെ ഗപ്പി എനിക്ക് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന സിനിമയായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് മീനിൻ്റെ ക്രേസ് ഉണ്ടായിരുന്നു, ഗപ്പി മീനുകളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഇതൊക്കെ കണ്ടിട്ട് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് സിനിമയൊക്കെ പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്നായിരുന്നു ലാലേട്ടൻ്റെ വിസ്മയം എന്നുള്ള തെലുങ്ക് ഡബ് സിനിമ വന്നത്. ലാലേട്ടൻ്റെ പടമുള്ളപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ ആ സിനിമ അന്നത്തെ ദിവസം അപ്പോൾ ഒരു സിനിമയെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥയായിരുന്നു. വിസ്മയം കണ്ടിട്ട് പിന്നെ ഈ പടത്തെക്കുറിച്ച് അഭിപ്രായമില്ല, ഒരു അനക്കമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് വിട്ട്. പക്ഷേ ഞാൻ അത്രത്തോളം റിഗ്രറ്റ് ചെയ്ത വേറൊരു സിനിമ ഉണ്ടാവില്ല OTT വന്നതിന് ശേഷം, ഇതെനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കാം. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ടതായിരുന്നു, വിജയിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു ഗപ്പി. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ സിനിമ ആശാൻ ഇന്ദ്രൻസിൻ്റെ വൺ മാൻ ഷോ എന്ന് പറയാം. ഇന്ദ്രൻസ് അല്ലാതെ വേറെ ആരും ഈ റോൾ ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഞാൻ പറയും ഹോമിൽ കാണിച്ചു വെച്ചതിനേക്കാളും മികച്ച പെർഫോമൻസസ് ഈ സിനിമയിൽ പല രംഗങ്ങളിലും ഇന്ദ്രൻസിൻ്റേതായിട്ടുണ്ട്. പല സീനുകളും അത് എടുത്തെടുത്ത് നമുക്ക് പറയാൻ ഒരുപാട് ഉണ്ട്. അത് നമുക്ക് കുറേ സ്പോയിലർ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു സീൻ ഞാൻ പറയാം. അത് വലിയ സ്പോയിലറൊന്നുമല്ല. ഒരു സിറ്റുവേഷൻ, ഒരു കഥാസന്ദർഭം, ഒരു ഷോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഇയാൾ ചുമ്മാ ഇരുന്ന് കേൾക്കുന്നതേ ഉള്ളൂ. കേട്ട് കുറേ റിയാക്ഷൻ ഇടും കേട്ടോ. നമ്മൾ ഒരു പൂച്ചക്കുട്ടിയുടെ തോന്നുന്ന ഒരു വാത്സല്യം പോലെ പഴയ പറ്റ സൗണ്ടൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ, സൗണ്ട് മോഡുലേഷൻ. ഇത് വെച്ചിട്ടുള്ള ഇവിടെ ആര് ചെയ്യൂടാ, ലോകത്തൊരു തടം ചെയ്യൂല. അതിന് പൊട്ടിച്ചിരിക്കുന്ന സാധനമാണ്. പക്ഷേ അത് ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ്. പക്ഷേ നമുക്ക് ചിരിയാണ് വരുന്നത് അവിടെ. അതിൽ ഉണ്ടാകുന്ന ഹാസ്യം മാത്രമോ. ഈ സിനിമയിൽ OTT വരുന്ന സമയത്ത് ഇന്ദ്രൻ ചേട്ടൻ്റെ ഓരോ സ്ക്രീൻഷോട്ട്, നവരസത്തിൻ്റെ 9 ഭാവങ്ങളും എടുത്ത് സ്ക്രീൻഷോട്ട് വയ്ക്കാനുള്ള സാധനം ഈ സിനിമയിലുണ്ട്. ശൃംഗാരമുണ്ട്. അത്രയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ്. ഹോമിന് മേലെ ഇരിക്കുന്ന പെർഫോമൻസ് ഞാൻ വീണ്ടും പറയുകയാണ്. ആശാൻ, ഇന്ദ്രൻ ചേട്ടൻ ആശാൻ സൂപ്പർ. പിന്നെ ഈ സിനിമ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഈ സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ സിനിമയ്ക്കുള്ളിൽ വേറൊരു സിനിമ അങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. അതായത് ഈ സിനിമ നമുക്ക് ഇതിനകത്ത് ഒരു കോമഡി സിനിമയുണ്ട്, ഒരു ഡാർക്ക് ഹ്യൂമർ സിനിമയുണ്ട്, ഒരു മലങ്കൾട്ട് സിനിമയുണ്ട്, ഒരു ആർട്ട് പടമുണ്ട്, ഇനി ഇമോഷണലുണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് കംപ്ലീറ്റ് പാക്കേജാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ക്ലാസിക് ആണ് ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു സിനിമ, സെക്കൻഡ് ഹാഫ് വേറെ സിനിമ, പിന്നെ വേറെ സിനിമ, അങ്ങനത്തെ ഒരു സാധനമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ജോൺറ ഷിഫ്റ്റ് വരുന്ന സമയത്ത് അത് ചിലപ്പോൾ ചിലർക്ക് അതിനുശേഷം അങ്ങോട്ട് മറ്റൊരു ഫ്ലോ സെറ്റായിട്ടിരിക്കുന്നവർക്ക് അതിന് പെട്ടെന്ന് ജോൺറ ഷിഫ്റ്റ് വരുമ്പോൾ ബാക്കിയുള്ളത് ഉൾക്കൊള്ളാൻ പറ്റാതെ ലാഗ് അടിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ഒരു പ്രശ്നമില്ല. കാരണം ഒരു ജോൺറ കഴിഞ്ഞ് അടുത്തതിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ആ ഒരു ജോൺറ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് തരുന്ന സമയമാണ് ലാഗായിട്ട് പലർക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് പക്ഷേ അത് ഭയങ്കര എൻജോയബിൾ ആയിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഈ വർഷം കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമ അനുഭവങ്ങളിലൊന്നായിട്ട് ആശ മാറുന്നുണ്ട്. എസ്പെഷ്യലി ഇതിൽ ഒരു സിനിമയ്ക്കുള്ളിൽ അകത്തൊരു സിനിമ വരുന്നുണ്ട്. ആ സിനിമ വിജയിക്കണമെന്നുള്ളത്, നന്നായി വരണമെന്നുള്ളത് ആ സിനിമയിലെ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കണം ഞാനും ആഗ്രഹിക്കുന്നിടത്താണ് ജോൺ പോളിൻ്റെ വിജയം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് ചിരിക്കാനുണ്ട്. ഒരു കോമഡി, ഒരു ഡാർക്ക് പരിപാടി, ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരണം അങ്ങനെയല്ല, ആ ഒരു വൈബിൽ പോകണം. സീരിയസ് ആയിട്ട് കാര്യം നടക്കുന്നതിനിടയ്ക്കുള്ള കോമഡികൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത്. ഒരു ഫ്ലാറ്റാണ്, ഒരു പ്രത്യേകതയുള്ള ഫ്ലാറ്റ്. അവിടെ സിനിമ ഷൂട്ടിങ്ങിൽ നടക്കുന്ന ഒരു കയോസ്, ആ ഒരു ബഹളം. ഇപ്പം നമ്മളൊരു സിനിമ വരുമ്പോഴേക്കും ചുമ്മാ ഇവിടെ നിന്ന് കൊണയടിക്കാൻ കൊള്ളാം. പക്ഷേ അത് എന്തുമാത്രം കഷ്ടപ്പാട്, ഓരോരുത്തന്മാരെ കണ്ണീര്, അസോസിയേറ്റ് ഡയറക്ടർമാർ കിടന്ന് വെള്ളം കുടിക്കുന്നത്, അവന്മാരെ ഇപ്പോൾ ചാറ് പിഴിഞ്ഞെടുക്കുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈവ് സൗണ്ട് ഡിസൈനറുടെ അയാളുടെ ബഹളം കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ. ഇതിൽ നമ്മുടെ ജോമൻ ജോദർ അടിപൊളിയായിരുന്നു കേട്ടോ. ഇമോഷണൽ രംഗങ്ങൾ വരുമ്പോൾ കുറച്ച് അഭിനയിക്കാനാണെന്ന് നമുക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ റെഡിയാവും. പക്ഷേ നല്ല രീതിയിൽ ഒരു ക്യാരക്ടർ റോളായിരുന്നു വന്നിട്ട് ചെയ്ത്. കോംബോ അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിന് സിനിമയിൽ കയറണം എന്നുള്ള ഒരു ആഗ്രഹം, സിനിമയിൽ ഒരു സിനിമ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറേ കാലം കൊണ്ട് കഷ്ടപ്പെടുകയാണ്, ഒരു നിവൃത്തിയില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു വഴി തുറന്നു വരികയാണ്. അതുപോലെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ ആശാന് സിനിമയിൽ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം, അങ്ങനെ ഒരു വഴി തുറന്നു വരികയാണ്. ഇങ്ങനെ കുറേ പേരുടെ ഒരു ആഗ്രഹങ്ങൾ അതിന് ഒരു നിമിത്തം മൂലം അവരൊന്നിക്കുകയാണ്. ആ 2 പേരുടെ കാര്യങ്ങളൊക്കെ പിന്നെ എന്തിൽ ചെന്ന് അവസാനിച്ചു. ഇങ്ങനെ ഒരു ഹൊറർ സിനിമ ഷൂട്ടിങ്ങിൻ്റെ സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോവുകയാണ്. ഇവരുടെ ആഗ്രഹങ്ങളും ആശകളും ഒക്കെ അത് സബലീകരിക്കുമോ, അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്. ശോഭി തിലകൻ കലിപ്പനായിട്ടുള്ള ഡയറക്ടർ, അദ്ദേഹം ആനന്ദ നമ്പ്യാരെ പോലെ ഇരിക്കും നാടോടിക്കാറ്റിൽ. ഞാൻ കണ്ട ഷോയിൽ പറയലുണ്ടായിരുന്നു. പുള്ളിക്കാരനടുത്ത് ഞാൻ നേരിട്ട് പറഞ്ഞു ആനന്ദ നമ്പ്യാരെ കണ്ട പോലെ ഉണ്ടെന്ന്.
അതേ ഒരു ലുക്ക്, ഭയങ്കര നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. പലയിടത്തും തിലകൻ ചേട്ടനെ നമുക്ക് അതിൽ കാണാൻ പറ്റി, ഇദ്ദേഹത്തിൻ്റെ ഒരു നോട്ടവും ഇതൊക്കെ വെച്ചിട്ട്. പുള്ളീനെ ഡബിങ്ങിനൊന്നും നിൽക്കണ്ട, പുള്ളിയുടെ ശബ്ദം എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മറ്റേ റഹ്മാൻ്റെ സിനിമയിൽ റഹ്മാനെ ഡബിങ് ചെയ്ത് നമുക്ക് അതിനേക്കാൾ നിങ്ങൾ അഭിനയിക്കും, നല്ല നടനാണ്, നല്ല റോളാണ്, നല്ല കോമഡി ഉണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അബിൻ മിനോ ഉണ്ട് ഒരു സഹായിയായിട്ട്, അയാളുടെ കോമഡികൾ, അയാളും ഇവരും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്, ഇവർ രണ്ടുപേരും. പ്രത്യേകിച്ച് ഇന്ദ്രൻ ചേട്ടനുമായിട്ട്. ഇന്ദ്രൻ ചേട്ടൻ ഫ്ലാറ്റിലെ രാജാവാണ്, ഓൾ ഇൻ ഓൾ ആണ്. ഇന്ദ്രൻ ചേട്ടൻ്റെ മനസ്സൊന്ന് ഒന്ന് തകർന്നു കഴിഞ്ഞാൽ ആൾക്കാർ മൊത്തം കട്ടക്കി. ഇത്രയും നല്ലൊരു അയൽവാസികളെ, ഇത്രയും നല്ലൊരു ആൾക്കാരെ കാണാൻ കിട്ടിയത് സിനിമയിലേ നടക്കുകയുള്ളൂ. അതാണ് ആശാൻ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇല്ലയെന്ന്. ആശാന് വേണ്ടിയിട്ട് ആശാന് ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നത്, അതിൻ്റെ കാരണം ആശാൻ മറ്റേ അധികാരം പിടിച്ചു വെച്ചിരിക്കുന്ന ആളൊന്നുമല്ല. ആശാൻ കൊടുക്കുന്ന കെയറിങ്ങും സ്നേഹവും അങ്ങനെയാണ്. അങ്ങനത്തെ ആശാൻ്റെ ആ ഒരു കോട്ടയിലേക്ക് അവർ ഷൂട്ടിങ് വരികയാണ്. നായകൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് സാധനമാണ്, ഒരു കോമഡി പീസ് നായകൻ. പക്ഷേ അത് ചെയ്തിരിക്കുന്നത് ബിബിൻ പെരുമ്പള്ളി എന്നുള്ള നടനാണ്. വേണമെങ്കിൽ നമുക്ക് അറിയാമെന്നുള്ള നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരാളെ കൊണ്ട് വയ്ക്കായിരുന്നു. ഇയാൾ ചെറിയ ചെറിയ സൈഡ് റോളിൽ ചെയ്ത് പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണ്, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്, കിടില കോമഡി. പിന്നെ ഉള്ളത് തമിഴ് യൂട്യൂബർ മദൻ ഗൗരി, ഷാരിക്കുണ്ട്. പിന്നെ അതിൽ ഒരു ലോഡ് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഗൂർക്ക, അതുപോലെ കുടശനാട് കനകം, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ സിനിമയിൽ വെറുതെ ചുമ്മാ കുറേ ഇട്ടിക്കുന്ന ആൾക്കാരല്ല. ഇദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്, ജോമൻ ജോതൻ്റെ അച്ഛൻ കഥാപാത്രം, ഒരു കഥകളി ആശാൻ, അദ്ദേഹമുണ്ട്. പിന്നെ വേറൊരു കഥകളി ആശാനുണ്ട് കേട്ടോ, അയ്യോ കിടിലാണ്, പേരെനിക്കറിഞ്ഞൂടെ, കിണ്ണ പെർഫോമൻസ്, ഭയങ്കര ക്യൂട്ടായിരുന്നു അയാൾ. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ചെറിയ വലിയ എല്ലാ കഥാപാത്രങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഈ സിനിമയിൽ ചെയ്യാനുണ്ട്. അത് സെക്കൻഡ് ഹാഫിലോട്ടാണ് വരുന്നത്. ഈ ഒരു കോമഡി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വേറൊരു പാരലൽ സിനിമയുടെ പരിപാടി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ജോൺറ മൊത്തം മാറി പിന്നെ അങ്ങോട്ട് പടം സീരിയസ് ആവുന്നു. പക്ഷേ അവിടെയായിട്ട് കുറച്ച് കോമഡി ഉണ്ട്, അവിടെയും നല്ല പെർഫോമൻസസ് കാണാൻ സാധിക്കും. പിന്നെ അങ്ങോട്ട് ഒരു സിനിമ കാണുന്നത് ഒരു സിനി ഫൈൽസ് അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് കയറണമെന്ന് ആഗ്രഹിക്കുന്ന, സിനിമ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും പാഠക പുസ്തകമാക്കാനുള്ള ഒരുപാട് മൊമെൻറ്റ്സ് പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് സിനിമയെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും ഈ സിനിമ മിസ്സാക്കരുത്. പിന്നെ അങ്ങോട്ട് ഒരു കാര്യം സംഭവിക്കുകയാണ്, അവിടെ CGI എഗ്വൈറ്റാണ് CGI ചെയ്തിരിക്കുന്നത്. എല്ലാം പെർഫെക്റ്റായിട്ട് വന്നില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. CGI ഇത്തിരി പാളിപ്പോയാലും അത് നമുക്ക് കുഴപ്പമില്ല. അത് പാളുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലൂടെ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് തോന്നും. അതെന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ആ പോർഷനൊക്കെ ഗംഭീരമാണ്. ക്ലൈമാക്സിൽ കമലഹാസൻ്റെ ഒരു ഡയലോഗുണ്ട്, അതും നമ്മളൊന്ന് ആലോചിച്ചെടുക്കുമ്പോഴേക്കും ഭയങ്കര രസമാണ്. പിന്നെ അങ്ങോട്ട് ആശാൻ്റെ ക്യാരക്ടറിനെ ഇങ്ങനെ ആശാനെക്കുറിച്ച് ആലോചിച്ച് വണ്ടി ഓടിച്ച് വീട്ടിൽ വന്ന് ടെക്നിക്കൽ സൈഡൊക്കെ കിടിലം വർക്ക്. മ്യൂസിക് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ തന്നെയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് അജീഷ് ആൻഡോ. ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു റെട്രോ സാധനം, അതിനുശേഷം ജോൺറ ഷിഫ്റ്റ് വരുമ്പോൾ പിന്നെ ഒരു ഫീൽ ഗുഡ് സാധനം. പിന്നെ വേറൊരു പരിപാടിയുണ്ട്, ഫോക്ക് പരിപാടിയുണ്ട്, റാപ്പിൻ്റെ കിടിലം വർക്ക്. ഇതിനനുസരിച്ച് പടം മാറുന്നതനുസരിച്ച് ഈ മ്യൂസിക് മാറിക്കൊണ്ടുവരണം. അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. MG ശ്രീകുമാരേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, നമുക്ക് ഹിറ്റായിട്ടുള്ളൊരു പാട്ടുണ്ട്, അതിൻ്റെ കൂടെ MGയുടെ ഒരു പാട്ടുണ്ട്, അത് നല്ല ഫീലായിരുന്നു. MR രാധാകൃഷ്ണൻ ഓഡിയോഗ്രാഫി, സൗണ്ട് പരിപാടിയൊക്കെ എല്ലാം കിടും. കിരൺ ദാസ് എഡിറ്റിംഗ്, വിമൽ ജോസ് ആച്ചിൽ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, അതുപോലെ പ്രൊഡക്ഷൻ ഡിസൈനർ വിവേക് കളത്തിൽ, മേക്കപ്പ് റോണക് സേവിയർ, ഇവരൊക്കെ അവരെ റോൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് എടുത്ത് പറയണം, എല്ലാവരും കോസ്റ്റ്യൂംസ് ഒന്നായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ നായകൻ്റെ ബിബിൻ്റെ, വൈഷ്ണവ് കൃഷ്ണ, പിന്നെ കുറേ പേരുണ്ട്. നമ്മളെ മറ്റേ ഇങ്ങേരുണ്ടല്ലോ ബോബി ചേട്ടൻ ഒരു പ്രൊഡ്യൂസറായിട്ട് ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. പിന്നെ ചെറിയ റോളുകളിലൊക്കെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് എന്തായാലും ഇഷ്ടപ്പെടും. ഫസ്റ്റ് ഹാഫ് ഭയങ്കര വൈബിൽ നല്ല കോമഡിയിൽ കണ്ടുപോകും. സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ആ സിനിമയ്ക്കകത്തോട് ചേർന്നിരുന്ന അദ്ദേഹം ഉദ്ദേശിച്ച സാധനം കൺവേ ആയാലും ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫ് അല്പം ആവറേജ് പോലെ ഫീൽ ചെയ്യും. എന്നാലും ഒരു മോശം സിനിമയായിട്ട് ഒരിക്കലും തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മസ്റ്റ് വാച്ച് പറയുന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള ഒരു സിനിമയാണ് ആശ. എന്തരാ വരട്ടെ.